രാഹുൽ മാങ്കൂട്ടം പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി 12:30യോടെയാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായി എത്തിയ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പാലക്കാട് വിടുകയാണ് ചെയ്തത്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നെ വഴങ്ങി. പത്തനംതിട്ട പോലീസാണ് പാലക്കാടെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ പരാതിയിലാണ് കസ്റ്റഡി എന്നാണ് വിവരം. 2 ദിവസം മുൻപ് ഇമെയിലായി ലഭിച്ച പരാതിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. റിസപ്ഷനിലെത്തിയ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ വാങ്ങിയ ശേഷമാണ് മുറിയിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കഴിഞ്ഞ 2 കേസുകളിലും പോലീസിനുണ്ടായ നാണക്കേട് ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ പോലീസ് സംഘം MLA പിടികൂടിയത്. വെറും 15 മിനിറ്റ് സംസാരം. പിന്നാലെ ഹോട്ടലും പാലക്കാട് അതിർത്തിയും വിട്ട് പോലീസ് രാഹുലുമായി പത്തനംതിട്ടയിലെത്തി. ഒരാഴ്ച നീണ്ട പോലീസിന്റെ രഹസ്യ നീക്കമാണ് ഇപ്പോൾ MLAയുടെ അറസ്റ്റ് വരെ എത്തിച്ചത്. രാഹുലിനെതിരെ വന്ന ആദ്യ 2 പരാതികളിലും കോടതിയിൽ നിന്നും സംരക്ഷണം നേടിയ രാഹുൽ 3ാമത്തെ പരാതി അറിഞ്ഞു പോലുമില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ 2 ദിവസമായി മണ്ഡലത്തിലുണ്ടായിരുന്ന രാഹുലിനെ പിടികൂടാൻ നേരത്തെ തന്നെ പോലീസ് സംഘം രാഹുൽ താമസിക്കുന്ന ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് ഇന്നലെ ഉച്ചയോടെ ജില്ലാ മേധാവിയുമായി സംസാരിച്ച് കാര്യങ്ങൾ നീക്കി. 12:30യോടെ രാഹുലിന്റെ 2002 നമ്പർ മുറിയിലേക്ക് കയറി വന്ന പോലീസ് 3ാമത്തെ പരാതിയിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് പറയുകയും രാഹുലുമായി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ രാഹുൽ തന്റെ വക്കീലുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊരു ഹോട്ടലിൽ താമസിക്കുന്ന തന്റെ PAയെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ തങ്ങൾ അറിയിച്ചോളാമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. ആദ്യം ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ വിസമ്മതിച്ച രാഹുൽ പിന്നീട് പോലീസിന് വഴങ്ങി. ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനായി CCTV ബ്ലോക്ക് ചെയ്യുകയും ജീവനക്കാരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചു വെക്കുകയും ചെയ്തു. തുടർന്ന് 2 ജീപ്പുകളിലായി പോയ പോലീസ് അതിർത്തി വിട്ട ശേഷമാണ് മൊബൈൽ ഫോണുകൾ ജീവനക്കാർക്ക് തിരികെ നൽകിയത്. പത്തനംതിട്ട സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ രഹസ്യ നീക്കം. രാഹുലിനെ പിടികൂടാൻ പാകത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ യുവതി നൽകിയിരുന്നു. ഇന്നലെയാണ് ഈ പരാതിയിൽ പോലീസ് കേസെടുത്തത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട വിവാഹിതയായ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചതിനും ഗർഭചിത്രം നടത്തിയതിനും ഉൾപ്പെടെയാണ് പരാതി. കൂടാതെ ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം തുടങ്ങിയ ആരോപണങ്ങളുമുണ്ട്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹം കഴിക്കാമെന്ന വ്യാജേനയായിരുന്നു പീഡനമെന്നാണ് യുവതി നൽകിയ മൊഴി. നേരിൽ കാണാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് റൂം ബുക്ക് ചെയ്യാൻ യുവതിയോട് ആവശ്യപ്പെട്ടെന്ന മൊഴിയിലുണ്ട്. റൂമിലെത്തിയ രാഹുൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ശാരീരികമായി കടന്നാക്രമിച്ചു. അതിക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി പലപ്പോഴായി രാഹുൽ പണം കൈക്കലാക്കി. ചെരുപ്പ് വാങ്ങാനെന്ന പേരിൽ 10,000 രൂപ യുവതിയിൽ നിന്നും വാങ്ങി. യുവതിയുടെ ആഡംബര വാച്ച് കൈവശപ്പെടുത്തി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിപ്പിക്കുകയും ചെയ്തു. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് യുവതി രാഹുലുമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നത്. പിന്നീട് പ്രണയം സ്ഥാപിച്ച രാഹുൽ വിവാഹബന്ധം ഏർപ്പെടുത്താൻ നിർബന്ധിച്ചുവെന്നും യുവതി പറയുന്നുണ്ട്. ആദ്യ കേസിലേതിന് സമാനമായ രീതിയിൽ ഈ കേസിലും കുട്ടി വേണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖത്തും ശരീരത്തിലും അടിക്കുകയും ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രാഹുൽ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും താൻ പോയില്ലെന്ന് യുവതി പറയുന്നു. എന്നാൽ ഗർഭിണിയായതോടെ ബന്ധം ഉപേക്ഷിച്ചു. വിവരം അറിയിക്കാനായി വിളിച്ചപ്പോൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം തകർക്കുമെന്നും സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും പിതാവിനെ അപായപ്പെടുത്തുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി. ഗർഭത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാൻ രാഹുൽ ശ്രമിച്ചു. മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കുമെന്നായിരുന്നു മറുപടി. പിന്നാലെയാണ് ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്കായി യുവതി ഒരുങ്ങിയത്. എന്നാൽ DNA പരിശോധനയ്ക്ക് രാഹുൽ സഹകരിച്ചില്ല. ഗർഭഛിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നും യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ നിർണായക വിവരങ്ങൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറി. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യുവതിയുടെ നമ്പർ രാഹുൽ ബ്ലോക്ക് ചെയ്തു. അബോർഷൻ വിവരം പറയാൻ വിളിച്ചപ്പോഴും രാഹുൽ ഭീഷണിപ്പെടുത്തി. രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നയനാനെ വിവരം അറിയിച്ചുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ താനുമായി അടുപ്പത്തിന് വീണ്ടും ശ്രമിച്ചു. ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും യുവതി പറയുന്നുണ്ട്.